6265 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 6265 പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇബ്നു മസ്ഊദ് തങ്ങളാ പറഞ്ഞിരിക്കുന്നത്. സമീഅതു ഇബ്നു മസ്ഊദിൻ യഖൂലു അല്ലമനി റസൂലുള്ളാഹ് ഫകഫി ബൈന കഫൈഹി എന്ന്. യുഅല്ലിമുനി സൂറത്ത് മിനൽ ഖുർആൻ അത്തഹിയ്യാത്തു ലില്ലാഹ് അസ്സലാമു അലൈനാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ അങ്ങനെ പറഞ്ഞു. ഫലമ്മാ ഖുബില ഖുൽന അസ്സലാമു, ആ സലാം തന്നെ പറഞ്ഞതും അസ്സലാം, ആ സലാം തന്നെയാണ് പറഞ്ഞത്. എന്താ അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞോ പിന്നെന്തിനാന്ന് ചോദിച്ചു. പിന്നെന്തിനാ വെച്ചാലും വലിയാര് പിന്നീട് വരുന്ന ഇബ്നു മസ്ഊദ് തങ്ങൾക്കറിയാവേ. അപ്പൊ ഖുബുലയായിട്ട് എന്ത് തന്നെ പറഞ്ഞത്? അസ്സലാമു അലൈക എന്ന് തന്നെ പറഞ്ഞത്. അവിടെ ഫത്തുൽ ബാരി എന്തൊക്കെയാ മറ്റേ ഒരു ഖസ്തല്ലാനൊക്കെ എഴുതി എന്ത് ചെയ്തു? ഖുബുല ആയതിനു ശേഷം എന്ത് ചെയ്തിരിക്കണ്? ഖിതാബ് ഒഴിവാക്കിയെന്ന് എഴുതിയേക്കുന്നത്. അത് ഒന്നുകിൽ എന്താണ് എഴുതി കൊടുത്തി കൂട്ടിയതാകാം, ഇൽഹാക്ക് ചെയ്തതാകാം, വേണ്ട. അതല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഫലമ്മാ ഖുബില ഖുൽനാ അസ്സലാമു അലൻ നബിയ്യിന് ഞങ്ങൾ പറയും എന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത്. അത് ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഇജ്തിഹാദാകാം. ഇജ്തിഹാദ് എന്തുണ്ടാവും? പഠിച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ളവരാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇജ്തിഹാദ് പഠിച്ചാലും കൂലിട്ടല്ലോ. അപ്പം ആ ബിതർക്കിൽ ഖിത്താബിനൊക്കെ ഖസ്സല്ലാനി എഴുതിയത് ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഇജ്തിഹാദിനാൽ വന്നത് അനുസരിച്ച് എഴുതിയതാണ്. പക്ഷെ ആ ഇജ്തിഹാദ് മറ്റുള്ള ഫുഖഹാക്കളൊന്നും താബിഈങ്ങളൊന്നും തബഉ താബിഈങ്ങളൊന്നും ആ ഇജ്തിഹാദിനെ എന്ത് ചെയ്തിട്ടില്ല, തിരിഞ്ഞില്ല. അതിനേക്കാൾ നല്ലത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മറുപടിയാണ്. അസ്സലാമ, ആ സലാമിനെ ഞങ്ങൾ പറഞ്ഞിരുന്നു. യഅനി ആരുടെ മേൽ? അന്നബിയി അലന്നബിയി. എന്താ എന്നിനി അവിടെ ലാഹിർ വെച്ച് നോക്കിയാൽ എങ്ങനെ പറയേണ്ടി വരും? അപ്പൊ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാല് ഞങ്ങളെപ്പോലുള്ളവരെ വേണ്ടി അതുകൊണ്ടല്ല. സലാത്തുൽ വുസ്താ സലാത്തുൽ അസർ, സലാത്തുൽ വുസ്താ സലാത്തുൽ അസർ എന്ന് പിന്നാലെ നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെന്തായി? സലാത്തുൽ വുസ്ത കൊണ്ട് മുറാദ് ഏതാണ്? സലാത്തുൽ അസർ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൗലിൽ നിന്നും വന്നത്. അതിന് ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു സലാത്തുൽ വുസ്ത എന്നുള്ളത് അസറാണ്. പിന്നെ അസർ എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? പിന്നെ സലാത്തുൽ അസർ എന്ന് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അസർ ആണെന്ന് വെച്ചാൽ പിന്നെ അസ്സലാത്തുൽ അസർ എന്ന് പ്രത്യേകം പറയണോ? അവ പറഞ്ഞപ്പോ എന്ത് മനസ്സിലായി? സലാത്തുൽ വുസ്ത കൊണ്ട് വേറെ പലതും ഉദ്ദേശിക്കാം. പക്ഷെ നമുക്കിവിടെ ഉണ്ടായത് ഏതാണ്? സലാത്തുൽ അസർ ആണ്. അതുകൊണ്ടാണ് മല അല്ലാഹു ഖുബൂറഹും, അതേപോലെ നോക്കേണ്ടി വരും ഈ പറഞ്ഞതും. വേണ്ട, ഞങ്ങൾ ആ സലാമ് തന്നെയാണ് പറഞ്ഞത് എന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾ എന്തിനാ എടുത്തു പറഞ്ഞത്? പിന്നീട് എന്തു ചെയ്യാൻ സാധ്യതയുണ്ട്. തിരിഞ്ഞോ? തങ്ങളുടെ ജീവിതകാലത്തിലായിരുന്നു ഖിത്താബ്. ജീവിതകാലത്തിൽ ഖിത്താബ് എന്ന് പറഞ്ഞത് ജീവിതകാലത്തിൽ മദീനത്ത് മാത്രമാണ് നിൽക്കാറുള്ളത്. അന്ന് മിസ്രിൽ നിൽക്കാറില്ല. ഇല്ലേ? അപ്പൊ അങ്ങനെ അലയിക്കാന്ന് പറയും. മനസ്സിലായില്ല? അപ്പൊ പിന്നെ ആ എടുത്തു പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണെന്നാ ഞാൻ ഇന്നലെ ഇഷ്കാലം ചോദിച്ചിരുന്നു. ഷെയ്ഖുനാന്റെ ഭാഷ ഇങ്ങനെ വിട്ടതാണ്. ആര്? റയീസുലുലമ. അതന്നെ തുല്യാന്ന് തന്നെ ഇബ്നു മസ്ഊദ് ഞങ്ങളും കൂട്ടരും. ഇബ്നു മസ്ഊദ് ഞങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, എല്ലാരും കൂടെ ആയിക്കോട്ടെ. നമുക്ക് തോന്നും അതൊക്കെ അവര് ഇജ്തിഹാദ് അനുസരിച്ച് ചെയ്താണ് നമ്മൾ കേട്ടാ. ഇജ്തിഹാദിൽ എന്ത് ചെയ്യാം? സഹാബത്തിനും പഠിച്ചൂടെ? പഠിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പിന്നെ പറ ഇനി അഥവാ അങ്ങനെ വെച്ചാല് പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പച്ച അർത്ഥാണ് മുപ്പരക്ക് വെക്കുന്നത്. ആര്? ഉസ്താദ് കാന്തർ ഉസ്താദ്. അസ്സലാമു അലൈക്കും, ആ നബിയുടെ മേലുള്ള ആ സലാമിനെ ആര് പറഞ്ഞിരുന്നു? ആ സലാം ഏതാ? സലാമോ അലൈക അയ്യുഹൻ നബി. അങ്ങനെയാണ് അവിടെ തഹ്ഖീഖാക്കേണ്ടതെന്നാണ് ഒരു വലിയൊരു
ക്ലാസ്സിൽ പറഞ്ഞത്. അവൻ ഇന്നലെ ഇഷ്കാലി ഇടിയിപ്പിച്ച് അവനെ കൊണ്ട് ഷോയിനെ കൊണ്ടേ ചോദിച്ചോ? എന്നിട്ട് ഇത്യാന്ന് പറഞ്ഞോ ഇബ്നു മസ്ഊദ് തങ്ങളുടെ അങ്ങനെ പറയാം. അത് ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഇത്യാദനുസരിച്ച് അതനുസരിച്ചുള്ള ശരകമാണ്. അതല്ലെങ്കിൽ പിന്നെ നമ്മളെന്താ പറയും? ഫാരിഫിർ റിജാല ബിൽ ഹഖ് ലൽ ഹഖ് ബിർ റിജാൽ. അതാണ് തഹഖീഖ്. തഹഖീഖിന്റെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു. ശരത്തിന്റെ അവസാനം അങ്ങനല്ലേ പറഞ്ഞേ? ഹക്ക് കൊണ്ട് മനുഷ്യന്മാരെ മനസ്സിലാക്കാവുന്നല്ല, മനുഷ്യന്മാരെ കൊണ്ട് ഹക്ക് മനസ്സിലാക്കാനല്ല. മനസ്സിലായില്ല? ഇവിടെ പാരമ്പര്യം ഇതാണ് അന്ന് മുതൽ ഇന്ന് വരെ. ഇനി അതിനെതിരെ പറഞ്ഞാല് പറഞ്ഞവർ അതേപോലെ അവർക്കുള്ള ഇത്തിയാണെന്ന് നോക്കും. ആ ഇത്തിയാദിനെ നമ്മൾ തള്ളി, അതുകൊണ്ട് ആളെ തള്ളിയെന്ന് വരുമോ? അതൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ സ്വഹാബത്തിനെ തള്ളിയെന്ന് വരുമോ? അങ്ങനൊന്നും വരത്തില്ല. അങ്ങനെയൊക്കെ തന്നെ നിങ്ങൾ വരുത്തി നിങ്ങൾ വരെ പണിയില്ലേ. പിന്നെ വായിക്കുക. എവിടെയാ ബാബുൽ? അപ്പൊ ഇരുന്നു, കടന്നു, ഉറങ്ങി, പിന്നെ എഴുന്നേറ്റിരുന്നു, പിന്നെ ഒന്ന് ചരിഞ്ഞിരി കിടക്കാമല്ലോ, അതിന് കുഴപ്പമില്ലല്ലോ. മലർന്നു കിടന്നതിൽ പറയുന്ന പാഠം. حدثنا علي بن عبد الله حدثنا سفيان حدثنا الزهري قال أخبرني عباد بن تميم أنه عن عمه رأيت رسول الله صلى الله عليه وسلم തങ്ങളെ ഞാൻ കണ്ടു ബിൽ മസ്ജിദ് പള്ളിയിൽ മുസ്തൽഖിയൻ തങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? തങ്ങൾ തന്നെ അങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. വാളിയൻ ഇഹ്ദാ റിജ്ലൈഹി അലൽ ഉഖ്റാ, ഒരു കാലുമേ മറ്റൊരു കാല് കയറ്റിക്കിടക്കുന്നുണ്ട്. കാലുമേ കാലും വെച്ച് കിടക്കാം. നല്ല രസമല്ലേ? അപ്പൊ ഒരാൾ വന്നാലും ചെറുത്തരം പറഞ്ഞു നോക്കാം. അങ്ങനെ വരുമ്പോ എങ്ങനെ എന്ത് പറയണമെന്ന് പറഞ്ഞു നോക്കാം. അതാ ബാബുൻ ലാ യതനാജസ്നാനി ദുനസാലി. അല്ല, തങ്ങളിങ്ങനെ കിടക്കാണ്. തങ്ങളിങ്ങനെ പള്ളിയിൽ കാലുമേ കയറ്റി കിടക്കുമ്പോൾ തങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരും ഉണ്ടാവും. എന്താണ്ട് ഇന്ന് വന്ന് നോക്കുക. നീ പോയി പുസ്തകം അങ്ങനെ കിടക്കില്ലേ, അവിടെ പോയി പറ. അപ്പൊ പറയുമ്പോ അങ്ങനെ പറയാൻ പാടില്ല, മറ്റേ ആളെ വരട്ടെ. അങ്ങനെ എന്തിനാ വന്നത്? എത്ര പേരാ വന്നത്? അങ്ങനെ രണ്ടുപേരും എല്ലാവരും വരട്ടെ. നമ്മൾ രണ്ടുപേരും പറയണ്ട, അയാൾക്കൊരു തൂമത്ത് വേണ്ട. എന്താ ബാബുമായിക്കൊണ്ട് നമ്മൾ എന്താക്കണം? മുനാസബത്ത് ഉണ്ടാക്കണ്ടേ? ബാബുൽ ഇസ്തിൽഖാ, മലർന്നു കിടന്നതിൽ പറയുന്ന പാഠമാകുന്നു. മലർന്നിങ്ങനെ പള്ളിയിൽ കിടക്കുമ്പോൾ പലരും കാണാൻ വേണ്ടി വരും. കാണാൻ വേണ്ടി വരുമ്പോൾ പലരും പലർക്ക് പല കോലത്തിലും വരാം. കണ്ടാ? ഏതാ ബാബുൽ ജുലൂസ്? കൈമ തൈസറ കഴിഞ്ഞു. ബാബു ജവാസുൽ ഇസ്തിൽഖാ. വേണ്ടാ, കടക്കൽ ജായിസാണ്. എവിടെ? പള്ളിയിൽ. അൽ ഇൽതിജാഉ അലൽ ഖഫാ വവളുഉൽ ളഹ്രി അലൽ അർളി സവാഉൻ കാന മഅഹു നൗമുൻ ഔ ലാ. ഉറക്കമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ കിടക്കുന്നതിന് തകരാറ് ഇല്ല. പിന്നെ മുസ്തൽഖിയൻ അലാ ഖഫാഹു ഹാല കൗനി വാദിഅൻ ഇഹ്ദാ റിജ്ലൈഹി അലൽ ഉഖ്റാ. അണ്ടാ, ഇപ്പൊ കാലുമേ കാല് കയറ്റി കിടന്നൂടാ എന്നൊക്കെ പറഞ്ഞ ഹദീസ് മൻസൂഖാണെന്ന് പറയേണ്ടി വരും ഇതുകൊണ്ട്. അല്ലെങ്കിൽ എന്താണ്? കാലുമേ കാല് കയറ്റുമ്പോൾ ഔറത്ത് വെളിവാകുകയാണെങ്കിൽ ആ വെളിവാകുന്ന രീതിയിലുള്ള കടത്തം നിരോധിച്ചിട്ടുണ്ട് എന്നാണ് എന്ന് വെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പറയണം. എന്താ ഹാദാ ബാബുൻ യുദ്ക്കറു ഫീഹി, ആ ബാബിൽ പറയപ്പെടും ലാ യതനാജസ്നാനി ദൂനസ്സാലിസി. കേട്ടോ? ഇല്ലാ ബിഇദ്നിഹി. നിങ്ങൾ പോയി പറഞ്ഞിട്ട് വരും. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ പോയി പറഞ്ഞിട്ട് വരും. 3 പേര് പോവാണ്, അല്ലെ 3 പേരുള്ള ഒരു സദസ്സിൽ 2 പേര് മാത്രം രഹസ്യം പറയരുത്, മൂന്നാമനെ കൂടാതെ. അതിനർത്ഥം ഈ 2 പേര് പറയാൻ മറ്റൊന്ന് നമ്മളെ പറ്റിയെന്ന് പറയായിരിക്കും. ഇങ്ങനെ നല്ല ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ എനിക്ക് ഒരുത്തൻ ഇങ്ങനെ രഹസ്യം പറയുന്നു.
അപ്പൊ എന്തുകൊണ്ടത് പറയുന്നത്, എന്നെ പറ്റിയായിരിക്കും. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. മതത്തിന്റെ കാഴ്ചപ്പാട് ഭയങ്കരം തന്നെയാണ്. എന്താ വഖൗലുഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തനാജയ്തും, രഹസ്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ ഫലാ തതനാജൂ ബിൽ ഇസ്മി വൽ ഉദ്വാൻ വമഅസിയത്തിർ റസൂൽ വതതനാജൂ ബിൽ ബിർരി വത്തഖ്വാ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇലാ ഖൗലിഹി വഅലല്ലാഹി ഫലയതവക്കലിൽ മുതവക്കിലൂൻ. മുഅ്മിനൂൻ മുഅ്മിനൂൻ അങ്ങനെ പറയാതിരിക്കുന്നത് പിന്നെ ഇല്ല. ബിൽ ബിർരി ബിഅദാഇൽ ഫറായിദ് വത്തഖ്വ ഇലാ വഅലല്ലാഹി ഫലയതവക്കൽ മുഅ്മിനൂൻ യകിലൂന അംറഹും ഇലല്ലാഹ് വയസ്തഈദൂന ബിഹി മിനശ് ശൈത്വാൻ വഖൗലിഹി യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നാജയ്തുമുർ റസൂല. അങ്ങനെ നിങ്ങൾ മുനാജാത്ത് നടത്തുമ്പോൾ വഖദ്ദിമൂ, നിങ്ങൾ മുന്തിക്കണം. നാജയ്തും ഇദാ അറത്തും മുനാജത്തും എന്നർത്ഥം. എന്താ ഇദാ നാജയ്തുമുർ റസൂല ഫഖദ്ദിമൂ ബൈന യദൈ നജ്വാകും സദഖത്തിൻ. നിങ്ങൾ ആ അഭിസംബോധനം നടത്തുന്നതിന് മുമ്പ് ഒരു സദഖയെ നിങ്ങൾ മുന്തിക്കണം. ഖബല നജ്വാകും എന്ന് അല്ല ഉള്ളവരുണ്ടെങ്കിൽ മിമ്മൻ ലഹു യദാനി കഖൗലി ഉമർ റളിയല്ലാഹു മിൻ അഫ്ളലി മാ ഉതീതുൽ അറബ് അശ്ശഅർ ബിഖദമി റജുൽ അമാമ അജതി ഫലിഖദ്ദിം ബിനൈ ദാലിക, അതാണ് അങ്ങനെ മുന്തിക്കലാണ് ഖൈറുൻ ലക്കും, നിങ്ങൾക്കും നിങ്ങളുടെ ദീനിന് ഖൈറായതും വാത്തുഹറു, നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധിയാക്കുന്നതും അല്ലേ. സദഖ കൊണ്ട് ഉപറാണത്തിന് പോരല്ലോ. ഫഇല്ലം തജിദൂ, നിങ്ങൾ എത്തിക്കുന്നില്ല എങ്കിൽ ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീമുൻ ഫി തർഖിസിൽ മുനാജാത്തി മിൻ ഗൈരി സദഖത്തിൻ. വേണ്ടാ, പക്ഷെ ഇത് ഉജൂബാണെന്ന് വരും. ഉജൂബ് എന്ത് ചെയ്തിട്ടുണ്ട്, നസ്ഖ് ചെയ്യപ്പെട്ടു നോക്കേണ്ടി വരും. അപ്പൊ ഖദുനുസിഖ ഉജൂബ് ദാലിക അൻഹും വേണ്ടാ. പറയപ്പെട്ടു ഇന്നഹു ലം യഅമൽ ബിഹാ, ഈ പറഞ്ഞ ഹദീസ് കൊണ്ട് ആയത്ത് കൊണ്ട് അമൽ ചെയ്തിട്ടില്ല. ഖബല നസ്ഖ്, അതിനെ നസ്ഖ് ചെയ്യുന്നതിന് മുമ്പ് ഇല്ല അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ല കാനത്ത് ഇല്ല സഅതൻ മിൻ നഹാരിൻ. ഇദാ നാജയ്തുമുർ റസൂല ഫഖദ്ദിമൂ ബൈന നജ്വാകും സദഖത്തൻ അല്ല ഫമാ അശ്ഫഖ്തും അൻ തുഖദ്ദിമൂ ബൈന യദൈ നജ്വാകും സദഖാത്തിൻ ഫഇൻ ലം തഫഅലൂ വതാബല്ലാഹു അലൈക്കും വഅഖീമുസ് സ്വലാത്ത. പേടിയുണ്ടോ എന്ന് ആയത്തിറങ്ങി. പിന്നീട് അതാ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്തു, പേടിച്ചു. പേടിച്ചില്ലാത്തൊരു എന്ത് ചെയ്യും എന്താ. ഇബ്നു അബ്ബാസ് ലമ്മാ അക്തറൽ മുസ്ലിമൂനൽ മസായില എന്താ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഖ്ഖൂ അലൈഹി فأراد الله يخفف عن نبيه فقال لهم إذا ناجيتم الرسول فقدموا إلينا صدقة فظن كثير من الناس وكفوا عن المسائل فأنزل الله تعالى أشفقتم أن تقدموا بين يدي نجواكم صدقات فإن لم تفعلوا تاب الله عليكم وأقيموا الصلاة وآتوا الزكاة فوصى الله عليهم ولم يضيق خبير بما تعملون إن لن يذكر آياتنا الله. അപ്പൊ ഒന്നാമത് രണ്ട് ആയത്ത് കൊണ്ട് അശാറബിൽ ആയത്തിന് അവലൈനി ഇലാ അന്ന തനാജിയ അൽ ജായിസ മുഖയ്യദുൻ ബിഅല്ലാ യകൂന ഫിൽ ഇസ്മി വൽ ഉദ്വാൻ. കണ്ടോ, മുനാജാത്ത് നടത്തി കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം, നല്ല കാര്യം കൊണ്ടാവണം. തനാജു ബിൽ ബിർരി വത്തഖ്വ. പിന്നെ റസൂലുള്ളാഹിനൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയാനൊക്കെ ഉദ്ദേശിക്കാനോ വല്ലതും ചോദിക്കാനോ പറയാനൊക്കെ ഉദ്ദേശിക്കാനോ ഇച്ചിരി സദഖയൊക്കെ മുന്തിക്കണം. അതുകൊണ്ട് നമ്മൾ മഹാമാര മക്കാമിലേക്ക് പോകുമ്പോൾ 10 രൂപ ഇട്ടിട്ട് കയറുന്നത്. നമ്മൾ ഒരുപാട് അഭിസംബോധന നടത്താൻ പോവാണ്, നിങ്ങൾ നമ്മളെ കാര്യത്തിന് റെക്കമെൻഡ് ചെയ്യണമെന്നൊക്കെ ഇച്ചിരി പൈസ കൊടുക്കണം. അവിടെ ലുപ്തിതര കാണിക്കും. മഹാമാര വിറ്റ് പൈസ ഓടിക്കുന്നത്. അവിടെ പിന്നെ നമുക്ക് പിന്നെ ആയത്തുകൾ ഓർമ്മ വരും, അതീതുകൾ ഓർമ്മ വരും, പിന്നെ എന്തൊക്കെ ശൈത്താൻ ഓർമ്മപ്പെടുത്തും അതെല്ലാം ഓർമ്മപ്പെടുത്തും. എന്നാൽ ഇതൊരു മഹാന്റെ സന്നിധാനമാണ്, ഇവിടെ ഒരു മഹാൻ അടങ്ങിയിട്ടുണ്ട്, ഈ സ്ഥലത്ത് നമ്മൾ ഒരു ബർക്കത്തായ സ്ഥലമാണ്, ഈ ബർക്കത്തായ സ്ഥലത്ത് നമ്മളാ കണ്ടത് അതിയെ ചെയ്യുക, അത് നല്ലതല്ലേ? അങ്ങനെ തോന്നൂ? അങ്ങനെ തോന്നത്തില്ല.
അവിടെ മറ്റേത് ആന്റിയെ തോന്നത്തുള്ളൂ. എന്തോ മഹാമാരെ വിറ്റ് കാശ് മേടിക്കുന്ന ആമാര് 50 രൂപയാണ് അവിടെ കിടക്കണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. എന്നാ അങ്ങോട്ടങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടങ്ങോട്ട് ചാടുമ്പം കാല് തട്ടി കാലിന്റെ ഒരു നഖം പൊടിഞ്ഞു. ഉടനെ 500 കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇല്ലല്ല, അവിടെ 50 രൂപ കൊടുത്തെങ്കിലോ അത് കൊടുക്കത്തില്ല. നമുക്ക് തോന്നില്ല. നമ്മൾ എത്ര യാത്രയിൽ എത്രങ്ങാണം ലാവിശായിട്ട് ലാശയായ നിലയിൽ നാരങ്ങ വെള്ളം അത് കുടിച്ച് ഇത് കുടിച്ച് മറ്റത് പഠിച്ച് ഇത് പഠിച്ച് അങ്ങനെ കളയും. എന്നാലൊരു 10 രൂപ പെട്ടിയിലിട്ടിട്ട് കയറുമോ? കയറത്തില്ല. എന്നിട്ട് നമ്മൾ പറയും, വേദം പറയും, മഹാമാർക്ക് എന്തിനാ പൈസ എന്ന് വേദം പറയും. വേണമെങ്കിലും ഇല്ലേ പറയത്തില്ല. നമ്മളെ സ്വഭാവം പറഞ്ഞു, വേറെ ആരുടെ സ്വഭാവമല്ല. അങ്ങനല്ല വേണ്ടത്. മനസ്സിലായോ? അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു മുനാജാത്ത് നടത്താൻ പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ആയത്തെങ്കിലും പിന്നെ റസൂലുള്ളാഹിന്റെ നായിബീങ്ങളല്ലേ ബാക്കി വന്നവരൊക്കെ, ഉലമാക്കന്മാരും അവരൊക്കെ അതല്ലേ, അവരൊക്കെയുള്ള നായിബീങ്ങളല്ലേ. അത് നമുക്ക് തോന്നില്ല. 100 നമ്മൾ കൊടുത്തോണ്ട് ഏതെങ്കിലും ഒരു മക്കാമി കയറിയിട്ട് 100 നീട്ടിട്ട് കയറിയിട്ടോടാ മക്കുസൂതെ കയറിയിട്ടുണ്ടോ? കയറിയിട്ടുണ്ടോ? അല്ലെ വല്ല മമ്പുറം പോലെയുള്ള പല പള്ളികളിലൊക്കെ ആണെങ്കിൽ അവിടെ കോളേജിലേക്കും കുട്ടികൾക്കൊക്കെ വരുമാനം അവിടെ നിന്നാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അങ്ങനൊന്നും നമുക്ക് തോന്നുന്നില്ല. നമുക്ക് മറ്റേത് തോന്നുന്നു, ഓടിത്തോന്നും. എന്തുവോ മഹാമാരെ വെച്ച് പൈസ ഓടിക്കാൻ നിൽക്കുകയെന്നവർ. അത് പെട്ടെന്ന് നമ്മളെ മനസ്സിലോടി വരും. ഇത് ഓടി വരത്തില്ല. ഇതാ നാജയത്തുമോ റസൂല കത്തിമു ബൈനജുവാക്ക് സദക്ക, അതൊന്നും ഓടി എടുത്തില്ല. ഇങ്ങനത്തെ കുറെ കൗമ നമ്മള്. അതിന്റെ ഇടയിൽ ഇസ്തിർഖാല്ലേ, പിന്നെ നബി തങ്ങൾ എപ്പോഴും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് വിശ്രമിക്കാൻ കിടക്കണ്ടേ ഞങ്ങൾക്ക്? അപ്പൊ തങ്ങളുടെ വിശ്രമം അതിന്റെ ഇടയിൽ പറയണ്ടേ? അതല്ലേ മുനാസബത്ത്. ഇതിങ്ങനെ എപ്പോഴും ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ആൾക്കാരായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? സംഗതി ആവശ്യമുണ്ടെങ്കിൽ തന്നെയും ഉണ്ടാവുമല്ലോ. മനുഷ്യന്മാരായ മനുഷ്യ സഹജമായ ഒരു ക്ഷീണമൊക്കെ വരും. അപ്പൊ ഇച്ചിരി ഒന്ന് അത് മലന്ന് കിടക്കുന്നതിനും കാല് കയറ്റി ഇരുന്ന് കിടക്കുന്നത് നല്ല സന്തോഷമല്ലേ അത്? അപ്പൊ അവരുടെ മുനാസബത്തില്ലെന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഇങ്ങനത്തെ ആൾക്കാര്? ഇങ്ങനെ ഇമാം ബുഖാരി കുറ്റം പറയാൻ വേണ്ടി നടന്നാൽ നമ്മൾ എന്ത് ചെയ്യും?